എല്ലാ കൂട്ടുകാർക്കും ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ചെമ്മീനും പച്ചമാങ്ങയും വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങ ഇച്ചിരി കളർ വന്നിട്ടുണ്ടെങ്കിലും നല്ല പുളിയുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ പുളിയൊക്കെ ഉള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി എന്നുള്ളതാണെങ്കിൽ അങ്ങനെ ഇടുക. അപ്പോൾ എനിക്കിതിപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായതുകൊണ്ട് ഞാൻ ആ ഒരു ഫുൾ മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ ചെറിയ ഉള്ളി ഒരു 3 എണ്ണവും നമ്മുടെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അളവിലാണ് ഞാനിവിടെ ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് തലയും വാലൊക്കെ ഞാൻ ഓൾറെഡി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ചമ്മന്തി അരയ്ക്കുമ്പോഴത്തേക്ക് തലയും വാലൊന്നും കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ കിട്ടിയ സമയത്ത് നമുക്ക് ഈ ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ പറ്റും, പിന്നെ ഒലത്തുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് തലയും വാലും കളഞ്ഞും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ നമുക്ക് തേങ്ങയും കൂടെ ആവശ്യമുണ്ട്. ഇനി നമുക്കിതിനെ അരച്ചെടുക്കാം. ആദ്യം നമ്മൾ അരച്ചെടുക്കുന്നത് മാങ്ങയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയും ചെറിയ ഉള്ളിയും കൂടെ വെള്ളം ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒന്ന് അരച്ചെടുക്കട്ടെ. ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ ഒരു പച്ചമുളകോ 2 പച്ചമുളകോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നില്ലേ നമ്മുടെ ഉണക്ക ചെമ്മീൻ, അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊന്ന് ഒടിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോരണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഉണക്ക ചെമ്മീനാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാര്യം അവരെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അതിൻ്റെ വൃത്തി ഇതൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതെനിക്ക് അത്രയും അങ്ങനെ ഒരു സ്ഥലത്ത് നല്ല കിട്ടിയിരിക്കുന്നത്, അത്രയും നല്ല വൃത്തിക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് കിട്ടിയത് കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ കഴുകാണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കഴുകിയ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം സമയം കൂടെ വേണ്ടി വരും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആ വെള്ളത്തിൻ്റെ ഈർപ്പം എല്ലാം ഒന്ന് മാറി കിട്ടണമല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഉണക്ക ചെമ്മീൻ ഇതുപോലെ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോൺ വെജൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്കൂളാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്ത് വിടാനൊക്കെ ഒരു അടിപൊളി ഐറ്റം അല്ലേ. അപ്പോൾ ഏകദേശം ഇവിടെ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഉണക്ക ചെമ്മീൻ ഇപ്പോൾ ഫ്രൈ ആക്കി വെച്ചത് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങ അരച്ച് വെച്ചിട്ടില്ലേ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ബാക്കി അവിടെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ കറിവേപ്പിലയും ആ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തതിന് ശേഷം തേങ്ങ ആവശ്യത്തിന്, അതായത് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളക് ഒരു 4 എണ്ണം എടുത്തിട്ട് അതിനെ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഈ അരച്ച് കൊടുക്കാൻ നേരം അതിട്ട് അരച്ചെടുത്താലും മതി. അപ്പോൾ പൊടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ പണി കഴിയില്ല. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ പൊടി എടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ ഒത്തിരി ഇടണ്ട, നോക്കിയതിന് ശേഷം ഒന്ന് അടിച്ചതിന് ശേഷം നോക്കിയിട്ട് പിന്നെ ബാക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിന് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ ഇത് അരച്ചെടുക്കുവാണേ. അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ ചെമ്മീൻ ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിയുടെ കൂടെ ആണെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. കഞ്ഞിയോ ചോറോ അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ പിന്നെയും നമുക്ക് ചെയ്യാൻ തോന്നുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാവേ. ഇതുപോലെ നല്ലതുപോലെ ഉരുട്ടിയെടുക്കാം. ചമ്മന്തിയാണല്ലോ, ചമ്മന്തി നമ്മൾ ഉരുട്ടിയെടുക്കുമല്ലോ. അപ്പോൾ അതുപോലെ കൈ കൊണ്ടിങ്ങനെ ഒന്ന്
ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ ഒരു ചമ്മന്തി വളരെയധികം ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അവന്മാർക്ക് ഇച്ചിരിയും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് ഇട്ടിട്ട് കഴിക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം. പിന്നെ ഞാൻ 1.5 ടേബിൾ സ്പൂണേ ഞാൻ എടുത്തുള്ളൂ. അപ്പോൾ പച്ചമുളക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാനായിട്ട് വിട്ടു പോകരുത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ചെയ്ത് നോക്കാത്തവർ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇത് അടിപൊളിയായിട്ട് ഇഷ്ടമാകുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിലും ചെമ്മീനൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.